Fine crafted traditional collections. Siren 3 by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ദരിദ്രരുടെ വേദനയകറ്റാൻ, അനാഥരെ സംരക്ഷിക്കാൻ ശ്രീമൂലനഗരത്ത് തണൽ പീസ് വാലി ഒരുങ്ങുന്നു. ഗ്രാൻഡ്മ ഹോമിന്റെ ശിലാസ്ഥാപന ചടങ്ങ് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. അനാഥർക്ക് സംരക്ഷണം, ദരിദ്രർക്ക് ആശ്വാസം, അർഹരായവർക്ക് തണൽ എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ശ്രീമൂലനഗരത്ത് തണൽ പീസ് വാലി ഒരുങ്ങുന്നത്. ഗ്രാൻഡ്മ ഹോമിന്റെ ശിലാസ്ഥാപനം മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ MP അഹമ്മദ് നിർവഹിച്ചു. ഇക്ര ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് ഇക്ര ഹോസ്പിറ്റൽ എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഏറ്റവും ചുരുങ്ങിയ ചെലവിന് സാധാരണക്കാരനും ഇടത്തരക്കാരനും ചികിത്സ കിട്ടുന്നത്. വലിയ ഹോസ്പിറ്റലിലൊക്കെ വലിയ ഫണ്ട് വരുമ്പോൾ 10 റുപ്യക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റും, 50 റുപ്യക്ക് സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ കാണിക്കാൻ പറ്റും. ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചികിത്സയ്ക്ക് 2.5 ലക്ഷം റുപ്യ മതി. ഒരുപാട് ആൾക്കാർ ഈ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ട് ഞങ്ങളെല്ലാം കത്ത് കൊടുത്തിട്ട് അങ്ങനെ 20 ലക്ഷം റുപ്യ വരെ മറ്റ് ഹോസ്പിറ്റലുകൾ ഫീസ് വാങ്ങുന്നിടത്തിൽ ഏറ്റവും കോസ്റ്റിന് ചെയ്ത് കൊടുത്തിട്ട് അതിപ്പം വടകരയും തുടങ്ങി. വടകര ഒരു പൂട്ടിക്കിടക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഏറ്റെടുത്ത് വടകരയും തുടങ്ങി. വലിയ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും മനസ്സോടുകൂടി ഒരുമിച്ചാൽ മതി. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് എന്താ വെച്ചാൽ എല്ലാവരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ എന്നൊരു ചെറിയ ഭാഗം നിങ്ങളെല്ലാവരും കൊടുത്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മനസമാധാനം കിട്ടും, സന്തോഷവും കിട്ടും. ഒപ്പം ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടും. അവരെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് വിഷമം പ്രയാസവും അനുഭവിക്കുന്ന പ്രാർത്ഥന. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, യാതൊരു സംശയവുമില്ല. ദൈവം ആരെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ കേൾക്കുക, ഏറ്റവും കൂടുതൽ പ്രയാസവും വിഷപ്പും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന വലിയ വിഭാഗമുണ്ട്. അവരെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സഹായിക്കാൻ, ഒരു പുഞ്ചിരി കൊണ്ട് സഹായിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു സംസാരം കൊണ്ട് ഒരു കൈകൊടുത്തൊന്ന് തലോടിയാൽ ഒരു വലിയ മാറ്റം വരും. തണൽ പീസ് വാലി ചെയർമാൻ MM അബ്ദുൽ കരീം അധ്യക്ഷനായിരുന്നു. നമ്മുടെ നാട്ടിലെ കിഡ്നി രോഗികൾ ഡയാലിസിസ് കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ കണ്ടപ്പോഴാണ് തണൽ ഡയാലിസിസ് രംഗത്തേക്ക് പ്രവേശിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ആശുപത്രിക്ക് പുറത്ത് ഒരു കമ്മ്യൂണിറ്റി ഡയാലിസിസ് സെന്റർ അന്ന് വടകരയിൽ ആരംഭിക്കുകയും 10 മിഷനുള്ള ഒരു സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് നിറഞ്ഞു. ഏകദേശം 60 രോഗികൾക്കാണ് അതിൻ്റെ റിസൾട്ട്. പിന്നെ ഒരു രോഗിയെ എടുക്കാൻ പറ്റുന്നില്ല. 400ഓളം രോഗികൾ കാത്തു നിൽക്കുന്നൊരവസ്ഥ. അങ്ങനെ കാത്തു നിൽക്കുന്നൊരവസ്ഥയിൽ ഒരു രോഗിയെ എടുക്കണമെങ്കിൽ ഈ നിലവിലുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗി ഒന്നുകിൽ മരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്ന് മേലോട്ട് റെഫർ ചെയ്യപ്പെടണം. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു 10 പേരെ, ഒരു സ്ലോട്ട് ഒഴിവ് വന്നാൽ 10 പേരെ വിളിച്ചാൽ, ആദ്യത്തെ ലിസ്റ്റിലുള്ള 10 പേരെ വിളിച്ചാൽ അതിൽ 6 or 7 പേര് മരിച്ചിരിക്കും. ബാക്കി 3 പേര് ജീവിച്ചു. ഈ 7 പേർക്കും ഡയാലിസിസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. കാരണം അന്ന് കോഴിക്കോട് ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു 3 ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയ മിംസ്, ഇക്ര, ബേബി മെമ്മോറിയൽ, ഈ 3 ആശുപത്രിയിൽ ഡയാലിസിസ് ഉണ്ടായിരുന്നുള്ളൂ. അത് സാമ്പത്തികമായി ഭദ്രതയുള്ള ആൾക്കാർ മാത്രം ഡയാലിസിന്റെ അവസ്ഥ. പക്ഷെ അതിൻ്റെ അപ്പുറം തണലിനെ സംബന്ധിച്ചോളം ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു വടകര ഡയാലിസിസ് സെന്ററിൽ ബഹുമാനായ അഹമ്മദ് കെ, നിഷാദും ഉണ്ടായിരുന്നെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. നിഷാദും അഹമ്മദ് കെയും കൂടി അന്ന് വടകര സെന്റർ സന്ദർശിച്ചു. നമ്മുടെ ടെസ്റ്റ് ഹോം കണ്ടു, ഈ ഡയാലിസിസ് സെന്ററും കണ്ട്. ഈ അവസ്ഥ കണ്ട് അഹമ്മദ് ക തിരിച്ചുപോയി. തൊട്ട ദിവസം അഹമ്മദ് ക ഡോക്ടറെ വിളിച്ചു, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനും ഡോക്ടറാണ് പോയത്. അഹമ്മദ് ഖാന്റെ നാട്ടില് ബഹുമാനായ ഡോക്ടർ ആസാദ് മൂപ്പന്റെ ഭാര്യ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടം ഒഴിവുണ്ടെന്നും അത് അദ്ദേഹവുമായി സംസാരിച്ച് അവിടെ ഒരു സെന്റർ തുടങ്ങണമെന്നും പറഞ്ഞു. അൻവർ സാദത്ത് MLA ഗ്രാൻഡ്മ ഹോമിന്റെ രൂപരേഖ പ്രകാശനം ചെയ്തു. ഈ സ്ഥാപനത്തിന് നമ്മുടെ പീസ്വാലിയും തണലും സംയുക്തമായിരുന്ന സംരംഭത്തിന് മലബാർ ഗ്രൂപ്പിന്റെ 2 കോടി രൂപയാണ് അവര് ഇവിടെ ഈ സംരംഭത്തിന് തരാൻ തീരുമാനിച്ച കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ബിസിനസ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവാൻ, അതിന് കൂടുതൽ വരുമാനം ഉണ്ടാകാൻ തീർച്ചയായിട്ടും സർവശക്തനായ സൃഷ്ടാവിന്റെ അനുഗ്രഹം ആ ബിസിനസ് ഉണ്ടാവണമെങ്കിൽ അവന് കിട്ടുന്ന, നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കിട്ടുന്ന ഒരു വിഹിതം
പാവപ്പെട്ടവനും സാധാരണ ആരുമായിക്കോട്ടെ അവർക്ക് കിട്ടുമ്പോൾ അത് പല രൂപത്തിലാണ്. ചില ഭക്ഷണ രൂപത്തിൽ, ബിൽഡിംഗ് രൂപത്തിൽ, അങ്ങനെ പല രൂപത്തിൽ കിട്ടും. ജസ്റ്റിസ് CK അബ്ദുൾ റഹീം മുഖ്യപ്രഭാഷണം നടത്തി. മാനുഷികതയുടെ പര്യായമായി മാറുന്ന ഒരു പ്രവർത്തനം, അതിന് തുടക്കം കുറിക്കുന്ന വളരെ മഹത്തരമായ ഒരു കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഉള്ളതുകൊണ്ട് ദീർഘമായൊരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്തമമായ സാമൂഹിക ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. എന്തുകൊണ്ട് സൃഷ്ടാവ് മനുഷ്യ സൃഷ്ടിയിൽ ഇത്രയധികം കഴിവുകൾ സമ്മേളിച്ചിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം നാം നമ്മോട് തന്നെ ചോദിച്ചാൽ അതിനുത്തരം ഏറ്റവും ഉത്തമമായൊരു സാമൂഹിക ജീവിതം നയിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്നുള്ളതായിരിക്കും. അവിടെ നാം തനിച്ചല്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള സഹജീവികളുമായി നമ്മുടെ ജീവിതം കടപ്പെട്ട് കിടക്കുക. അത് നമ്മുടെ ഗ്രാമത്തിലുള്ള ജനതയോട്, നമ്മുടെ ജില്ലയിലുള്ള ജനതയോട്, നമ്മുടെ സംസ്ഥാനത്തിലുള്ള ജനത, നമ്മുടെ ഈ രാജ്യത്ത് മൊത്തമുള്ള ജനതയോട്, എന്തിനേറെ ഈ ലോകമെമ്പാടുമുള്ള മാനവകുലത്തിലെ 800 കോടി എത്തി നിൽക്കുന്ന ജനതയോട് മുഴുവൻ കടപ്പെട്ട ജീവിതമാണ് നാം ഓരോരുത്തരും. ആ കടപ്പാടിൽ നിന്നുകൊണ്ട് ഇവിടെ സ്ഥാപിക്കുന്നത് പോലെയുള്ള ഈ ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം, പാലിയേറ്റീവ് സെന്റർ, വൃദ്ധസദനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നാം വിചാരിക്കുന്നത് പോലെ നാം അതിനർഹതപ്പെട്ട വ്യക്തികളോട് ചെയ്യുന്ന ഔദാര്യമല്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ, തണൽ സെക്രട്ടറി TA നാസർ, നവാസ് മീരാൻ, നൂർ മുഹമ്മദ് സേഠ്, NP ജോർജ്, ലത്തീഫ് കാസിം, AK നിഷാദ്, തണൽ പീസ് വാലി സെക്രട്ടറി PI സമദ്, വൈസ് ചെയർമാൻ TS അമീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.